സത്യസന്ധയായ മണ്ടിയെ കണ്ടിട്ടുണ്ടോ? കുറച്ച് മുന്നേ എന്റെ അമ്മമ്മ എന്നോട് പറഞ്ഞു ജംഗ്ഷനിൽ പോയിട്ട് വീട്ടില് റബ്ബർ ഷീറ്റ് ഇപ്പോട്ട് കൊടുത്തിട്ട് പൈസ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. ഇറങ്ങി ചെന്നു, അവിടുന്ന് ഷീറ്റ് കൊടുത്തു, പൈസ എനിക്ക് തന്നു. പൈസ ഞാൻ പോക്കറ്റിൽ ഇട്ടു. എണ്ണയൊന്നും നോക്കിയില്ല കേട്ടോ. വാങ്ങിയ പോലെയാണ് ഞാൻ നേരെ എടുത്ത് എന്റെ പോക്കറ്റിലാണ് വെച്ചത്. അപ്പൊ ഞാൻ പൈസ പോക്കറ്റിൽ വെച്ചപ്പോഴേ പോക്കറ്റിൽ എന്തോ ഉള്ളത് പോലെ എനിക്ക് തോന്നി. ലൈക്ക് ഞാൻ വെച്ചപ്പോ എന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വണ്ടി ഉണങ്ങാൻ നോക്കിയപ്പോൾ താക്കോലില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു താക്കോൽ സെയിം പോക്കറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നേരത്തെ പൈസ വെച്ചപ്പോൾ താക്കോലായിരുന്നായിരിക്കും. പിന്നെ ഞാനത് വിട്ടു. ഞാൻ കാര്യമായിട്ട് എടുത്തതേ ഇല്ല. അമ്മയ്ക്ക് വെള്ളം കൊടുക്കാൻ അമ്മയുടെ ഷോപ്പിൽ ചെന്നപ്പോ അമ്മ ചോദിച്ചു പൈസ കിട്ടിയത് എണ്ണി നോക്കിയോ? ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് എണ്ണി നോക്കാൻ ഞാൻ പൈസ എടുത്തപ്പോ എന്റെ കയ്യിൽ ഒരു സെറ്റ് മടക്കി വെച്ചേക്കുന്ന നോട്ടും പിന്നെ ഒരു 200 എക്സ്ട്രയും കിട്ടി. അതായത് ആ ഷോപ്പിൽ നിന്ന് തന്ന നോട്ട് മൊത്തം മടക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഒരു സെപ്പറേറ്റ് 200 മടക്കി വെച്ചേക്കുന്ന എക്സ്ട്രയും കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഷോപ്പിൽ നിന്ന് അറിയാണ്ട് എനിക്ക് എക്സ്ട്രാ 200 എടുത്ത് തന്നതാണ്. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അയ്യോ അമ്മ ഒരു 200 എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, ഇതിൽ എഴുതിയേക്കുന്ന ഇത്രേ ഉള്ളൂ, എന്നിട്ട് ഞാൻ തിരിച്ചുകൊണ്ട് കൊടുക്കട്ടെ പറഞ്ഞു. അമ്മ പറഞ്ഞാൽ കൊടുത്തിട്ടാ നമുക്ക് വല്ലവരുടെ പൈസ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കാൻ ചെല്ലുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെയോ ഞാൻ ഭയങ്കര സത്യസന്ധയാണ്, ആ ഷോപ്പിലുള്ളവർക്ക് വിചാരിക്കും ഇത്ര സത്യസന്ധയായ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊണ്ട് കൊടുത്തു. ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞു, ചേച്ചി ഇതല്ലായിരുന്നു എമൗണ്ട്. അപ്പൊ പറഞ്ഞു എന്ത് പറ്റി? ഞാൻ പറഞ്ഞു 200 കൂടുതലുണ്ട്. അപ്പൊ പറഞ്ഞു കൂടുതലോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞാൻ എത്ര 100 തന്നെ, എത്ര 500 തന്നെ, എന്നോട് ഇങ്ങനെ ചോദിക്കാട്ടോ. ഞാൻ എല്ലാം പറഞ്ഞിട്ട് ഒരു 200 കൂടുതലെന്ന് പറഞ്ഞു 200 എടുത്ത് കൊടുത്തു. എന്നിട്ട് വണ്ടി ഓടിച്ച് വന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാം, ഞാൻ സാധാരണ കോളേജിൽ നിന്ന് വരുമ്പോ എന്റെ പൈസയൊക്കെ ബാലൻസ് ബസ്സിൽ നിന്നൊക്കെ കിട്ടുന്നത് പോക്കറ്റിലാണ് വെക്കാറ്. ഞാൻ ഈ തവണ കോളേജിൽ നിന്നപ്പോ സെയിം പാന്റാണ് ഇട്ടതും. അന്ന് ഞാൻ ബസ്സിൽ നിന്ന് കിട്ടിയ ബാലൻസ് പോക്കറ്റിൽ വെച്ചിട്ട് പിന്നെ അത് എടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലായത്, അതെന്റെ പൈസയാ. അവിടുന്ന് തന്ന പൈസയായിട്ടൊരു ബന്ധമില്ലാണ്ട് എന്റെ പോക്കറ്റിൽ കിടന്ന പൈസയായിരുന്നു അത്. അത് അവിടെ ചെന്ന് നിങ്ങൾ എക്സ്ട്രാ തന്നു എന്നും പറഞ്ഞ് ഞാൻ എടുത്തങ്ങ് കൊടുത്തു. സത്യസന്ധയായതാ. സ്വന്തം കയ്യിലെ പൈസ കളഞ്ഞുകൊണ്ട്. എന്തല്ലേ, സ്വന്തം കയ്യിലെ പൈസ കളഞ്ഞുകൊണ്ട് ഇങ്ങനെ സത്യസന്ധയാവാൻ വേറെ ആർക്കും പറ്റൂല. പിന്നെ ആ കടയിൽ രണ്ടാമത് ചെന്ന് അത് എന്റെ പൈസയാണെന്ന് പറയാൻ എന്റെ മനസ്സും മനസ്സാക്ഷി എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ട് ആ പൈസ പോട്ടെ ഞാൻ വിചാരിച്ചു. അത് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി.